പോലീസ് പറഞ്ഞത് 25,000 രൂപ തന്നാൽ പാഴ്സൽ ചെയ്യാമെന്നാണ്. അതാണ് കളവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. എവിടുന്നാണ് ഇത്തരം എന്താ പറയുക ആ രീതിയിലുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. ഛത്തീസ്ഗഡിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് ഈ കേസിൻ്റെ അതിൻ്റെ ഒരു ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ വന്നിട്ട് അതൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല. വളരെ വൈകാരികമായിട്ടുള്ളൊരു രംഗങ്ങൾക്ക് എല്ലാവരും ഞങ്ങളൊക്കെ അതൊക്കെ കാണേണ്ടി വന്നു. കാരണം കുട്ടികൾ അച്ഛനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നു. അവരെല്ലാവരും അത്ര വളരെ വല്ലാതെ തളർന്നു പോയിരുന്നു. പണം മാത്രം മതിയോ എന്ന് നേരിട്ട് ചോദിക്കുക വരെ ചെയ്തു ചില ചാനലിലുള്ളവർ. പണത്തിന് വേണ്ടിയാണ് അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം കഴിഞ്ഞ് ഏകദേശം 5 ദിവസമായി. രാഷ്ട്രീയ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഇടപെടലിന് ശേഷം ഇന്ന് മന്ത്രി നേരിട്ട് ഇടപെടുകയും കുടുംബവും മനുഷ്യാവകാശ പ്രവർത്തകരും ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഇന്ന് ബോഡി കഴിയാവുന്നിടത്തോളം ഇന്ന് ബോഡി ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ മോർച്ചറിക്ക് മുന്നിൽ ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. അതിൽ നേരിട്ട് പങ്കെടുക്കുകയും ആ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ആളാണ് നമ്മുടെ തന്നെ മാധ്യമപ്രവർത്തകയായിട്ടുള്ള അംബിക. അപ്പം അംബിക അവിടെ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അംബിക, ഇന്നിപ്പോൾ മന്ത്രി ഇടപെടൽ നടത്തി രാവിലെ തന്നെ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുമായിട്ട് ചർച്ചകൾ നടത്തി ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ 4 ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് മന്ത്രി രാജേഷ് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആൾക്കൂട്ട ആക്രമണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇതിൻ്റെ പിന്നിലുള്ളത് സംഘപരിവാറാണെന്നുള്ള കാര്യം മറച്ചു വയ്ക്കുകയാണെന്നുള്ള ആരോപണമായി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ന് പാലക്കാട് SP-യുടെ ഒരു ഇടപെടലാണ്. SP പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു മോഷണത്തിൻ്റെ ഒരു എലമെൻ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അത് അന്വേഷിക്കുമെന്നാണ് SP പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോൾ പൊതുമണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ അംബിക നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ട ആക്ഷൻ കൗൺസിലിൻ്റെ മെമ്പറായിട്ടുള്ള ഒരാളാണ്. അംബികയുടെ ഒരു അനുഭവങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്, ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതിനിടയായത് എങ്ങനെയാണ്, അതിൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു, മോർച്ചറിക്ക് മുന്നിൽ എന്തൊക്കെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അംബിക ഈ പ്രശ്നം അറിയുന്നതും അതിലേക്ക് പോകുന്നതും? ഞാൻ ഇത് വാർത്തകളിൽ കൂടെ ഈ കൊലപാതകം നടന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 19-ാം തീയതി ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ തൃപ്രയാർക്ക് പോകുന്ന സമയത്താണ്, ഏതാണ്ട് 1 മണിയൊക്കെ ആയി കാണും, അബ്ദുൾ ജബ്ബാർ വിളിക്കുന്നത്. ഈ അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, അഷറഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മംഗലാപുരത്ത് വെച്ചിട്ട് ആൾക്കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കി. സംഘപരിവാറിൻ്റെ വലിയ രീതിയിലുള്ള വംശീയ വിദ്വേഷത്തിൻ്റെ മുകളിൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ആൾക്കൂട്ടക്കൊലയ്ക്ക് വിധേയനായിട്ടുള്ള അഷറഫിൻ്റെ സഹോദരനാണ്, അനുജനാണ് ഈ അബ്ദുൾ ജബ്ബാർ. അബ്ദുൾ ജബ്ബാർ ഈ ബോഡി, വാളയാറിൽ നിന്നുള്ള ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് എറണാകുളത്തുണ്ടായിരുന്നു. എറണാകുളത്ത് ഈ വാർത്ത കേട്ട ഉടനെ ആ ബോഡി അവിടെ എത്തിയണു എന്നുള്ള ഒരു, അവിടെ ഏത് രീതിയിലാവാം എങ്ങനെയാവാം എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാവും. പക്ഷേ എന്തായാലും ഒരു അനാഥ ബോഡി അനാഥ ശരീരമായി സ്വന്തം സഹോദരൻ്റെ ബോഡി കിടക്കുമായിരുന്ന ഒരു സാഹചര്യം, ഒരു പക്ഷേ അത്തരം ഒരു ആലോചനയായിരിക്കാം അദ്ദേഹത്തെ ഉടൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഉള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്, അവിടേക്ക് പോകുമ്പോൾ തന്നെ വിളിക്കുന്നുണ്ട്, അവിടെ ആരുമില്ല, ബോഡി ഒരു പക്ഷേ അവർ എന്നെ വിളിച്ചു, പോണ വഴിക്കുന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ ബാബുവിനെ തന്നെ വിളിക്കുന്നു, ബാബുരാജനെ വിളിക്കുന്നു, അതുപോലെ മറ്റു പലരെയും വിളിക്കുന്നുണ്ട്, കുറേ ഒരു 5-6 ആൾക്കാരെ വിളിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് പേര് മാത്രം അവിടെ എത്തുന്നത്, ഒരു 5-6 ആൾക്കാർ അവിടെ എത്തുന്നുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ ഗഫൂർ വാടാനപ്പള്ളിയൊക്കെ എത്തുന്നുണ്ട്, അതുപോലെ മണി എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു 4-5 ആൾക്കാർ അവിടെ ചെല്ലുകയും ഇവർ ചെല്ലുന്ന സമയത്ത് അപ്പോൾ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറയണൊരു കാര്യമാണ്, ഈ ബോഡി 25,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നാട്ടിലേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അയാൾ പറയുന്നത്. മാത്രമല്ല അതുവരെ പാലക്കാട് നിന്ന് തൃശ്ശൂർ
വരെ എത്തിക്കാനുള്ള 3750 രൂപ ആംബുലൻസിൻ്റെ വാടക ഈ ബന്ധുവിൻ്റെ അടുത്തുനിന്ന് വാങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ജബ്ബാർ ചെന്നിട്ടില്ലായിരുന്നു, ജബ്ബാറും സംഘം അവിടെ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ വാക്കിൽ പോലീസ് പറഞ്ഞത് 25,000 രൂപ തന്നാൽ പാഴ്സൽ ചെയ്യാമെന്നാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ഒരു നിലയ്ക്കുള്ള ആദരവും കൊടുക്കാതെ നമ്മുടെ നാട്ടിലെ ജോലിക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനെ 5-ാമത്തെ ദിവസം ആൾക്കൂട്ടക്കൊല നടത്തി കൊന്നിട്ടുള്ള ഒരു മനുഷ്യൻ്റെ രാംനാരായൺ ബാഗേൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ശരീരത്തോട് അല്ലെങ്കിൽ ആ എന്താ പറയുക ഡെഡ് ബോഡിയോട് വളരെ അനാദരവോട് കൂടിയിട്ടുള്ളൊരു പദപ്രയോഗമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഇടപെടലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല പോലീസിന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ബോഡി 25,000 രൂപ തന്നാൽ നാട്ടിൽ എത്തിച്ചു തരാമെന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനുള്ള എല്ലാവിധ ഉത്തരവാദിത്വം അവിടെ ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമുക്കറിയാം ഇത് വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചിട്ട് ആണ് കൊല്ലുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. മനുഷ്യനിങ്ങനെ വളരെ അദ്ദേഹം അല്ല ഛത്തീസ്ഗഡിലുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൻ്റെ പേരും അതുപോലെ ജില്ലയുടെ പേരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ ഈ എന്താ പറയുക അടിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാര പ്രവർത്തകർ തയ്യാറാവുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും അറിയാം അതൊരു വംശീയ വിദ്വേഷ കൊലയാണ് എന്ന്. ഒരുപക്ഷെ കേരളത്തിൽ ആ രീതിയിലുള്ള ആദ്യത്തെ വംശീയ കൊലയാണത്. അപ്പോൾ അത്തരമൊരു കൊലപാതകം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരള പോലീസിന് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവാതിരിക്കുന്നത്? വെറും ഒരു കൊലയ്ക്കുള്ള ഒരു സാധാരണ കൊലപാതകം നടന്നാലുള്ള ഒരു FIR ആണ് അതിനകത്ത് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേമായിട്ട് പറയുന്നുണ്ട് 5 പേരെ പിടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവർ എന്തൊക്കെ ചെയ്താലും ഇപ്പോൾ മാത്രമല്ല ഇന്നിപ്പോൾ SP-യുടെ ഇത് അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. എവിടുന്നാണ് ഇത്തരം എന്താ പറയുക ആ രീതിയിലുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടുന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് ഒരു നിലയ്ക്കും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോട് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്തിട്ടുള്ള അനീതിയുടെ അങ്ങേ തലയാണത്. അത് അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. SP പോലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. പിന്നെ നമുക്കറിയാം ഈ ഒരു FIR ആയിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ യാതൊരു നിലയ്ക്കുള്ള നീതിയും കുടുംബത്തിന് കിട്ടില്ല, വേണ്ടത്ര നഷ്ടപരിഹാരം കിട്ടില്ല. അതുപോലെ ചെറിയ കുട്ടികളാണ് ഈ മനുഷ്യന്. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിട്ടുള്ള മനുഷ്യനാണ്. അമ്മ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മ കാല് വാദമായിട്ട് തളർന്ന് കിടക്കുകയാണ് വീട്ടിൽ. അവർ വന്നിട്ടില്ല. കൂടെ വന്നിട്ടുണ്ടായിരുന്ന മദറിനിലോ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു മാമനും ഒക്കെയാണ് ആകെ അവർക്ക് ആശ്വാസമായിട്ടുള്ളത്. അപ്പോൾ ആരുമില്ലാത്ത വളരെ ദുരിതം പേർന്നൊരു ചെറിയ കുട്ടികളുള്ളൊരു കുടുംബമാണ്. അപ്പോൾ അവർക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു തക്കതായ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് അവർക്ക് ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാർ ചെയ്യേണ്ടുന്നൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് FIR-ൽ ആൾക്കൂട്ടക്കൊല എന്നുള്ള രീതിയിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടക്കൊലയാകുമ്പോൾ അതിൻ്റെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ പറയണ പോലെ മറ്റേ തഹസിൻ പൂനെവാല കേസിൽ വന്നിട്ടുള്ള അതിൻ്റെ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് ആ രീതിയിൽ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ കിട്ടേണ്ടുന്ന ഒരു സംരക്ഷണം, നിയമപരമായിട്ടുള്ള സംരക്ഷണം എന്നുള്ളത് നിർബന്ധമായിട്ടും വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേസിനെ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടക്കൊല എന്നുള്ള പരിധിയിൽ അതിനുള്ള വകുപ്പുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ട് അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തൽ നല്ല കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അബ്ദുൾ ജബ്ബാർ അവിടെ എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന പൊതുപ്രവർത്തകരുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ തോതിൽ മാത്രമല്ല അന്ന് തന്നെ വൈകുന്നേരം വലിയൊരു പ്രതിഷേധം അവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ആക്ഷൻ കൗൺസിലും അന്ന് തന്നെ രൂപീകരിച്ചു. നിരവധി വ്യത്യസ്ത സംഘടനയിൽപ്പെട്ട ആളുകൾ നേതൃത്വത്തിൽ അനിസാറിനെ പോലുള്ള ആളുകൾ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. സഹദേവൻ പോലുള്ള എഴുത്തുകാർ, കുറേ ആൾക്കാരുണ്ട്, അരുന്ദാക്ഷൻ പോലുള്ള ആളുകൾക്ക് പ്രസംഗിച്ചിരുന്നു. അതെ, ഒരുപാട് ആൾക്കാർ. അപ്പോൾ പ്രതിഷേധ യോഗം വളരെ നല്ല നിലയിൽ നടന്നു. മാത്രമല്ല ഗ്രൂപ്പിനകത്ത് കാര്യമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി.
ഇതിൻ്റെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം കാര്യങ്ങൾ എന്നുള്ളത് വലിയ തോതിൽ വളരെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ആ രീതിയിലുള്ളൊരു ഇടപെടലുകൾ നടത്തുകയും മാധ്യമം എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഒരു ബോഡി കയറ്റി അയക്കാൻ വേണ്ടി ശ്രമം നടന്നിരുന്നു അല്ലേ ഈ ആ ദിവസം തന്നെ. അതായത് ജബ്ബാർ ചെല്ലുന്ന ദിവസം തന്നെ ബോഡി അതെ ജബ്ബാർ എത്തിയില്ലെങ്കിൽ ജബ്ബാർ എത്താൻ 1 മണിക്കൂറെങ്കിലും ലേറ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ബോഡി കയറ്റി അയക്കപ്പെടുമായിരുന്നു. മാത്രമല്ല 25,000 രൂപ അവരുടെ അടുത്ത് ഇങ്ങോട്ട് പാർസൽ ചെയ്യുമായിരുന്നു. 25,000 രൂപ ഇവര് ഈ കുടുംബം ഒന്നുമില്ലാത്ത ഈ കുടുംബത്തിന്റെ ബന്ധു അവർക്ക് പോലീസിന് കൊടുക്കുക, ആംബുലൻസിന്റെ പൈസയായിട്ട് കൊടുക്കേണ്ടി വരുമായിരുന്നു. പിന്നെ ഈ കേസ് തേച്ചുമാച്ച് കളയപ്പെടുമായിരുന്നു. കാരണം ഛത്തീസ്ഗഡിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് ഈ കേസിന്റെ എല്ലാ കാര്യവും പിന്നെ അതൊന്ന് എന്താ പറയുക അതിൻ്റെ ഒരു ഫോളോ അപ്പോ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ വന്നിട്ട് അതൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തേച്ചു മാച്ച് കളയപ്പെടുമായിരുന്ന ഒരു കേസിനെയാണ് നമ്മൾ മതിയായ നഷ്ടപരിഹാരം എത്തുന്നതിലേക്കും അതുപോലെ അതിന് കൃത്യമായിട്ട് വകുപ്പുകൾ ഉൾപ്പെടുത്താം FIR മാറ്റി എഴുതുന്ന ആക്ഷൻ കൗൺസിലിന്റെ ഒരു പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. ആക്ഷൻ കൗൺസിൽ വളരെ എന്താ പറയുക വളരെ സമാധാനപരമായിട്ടും സംയമനത്തോടു കൂടിയിട്ടാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. പല BSP പോലുള്ള ആളുകൾ സംഘടനകളും അതിന്റെ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് ദളിത് സംഘടനകൾ, മുസ്ലിം ഉള്ളടക്കമുള്ള സംഘടനകൾ, വെൽഫെയർ പാർട്ടി പോലുള്ളവരുണ്ട്, BSPയുടെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പലരും മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ എല്ലാവരും ഇതിലൊരു ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിറ്റേ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ അതിന്റെ തലേ ദിവസമാണ് ബോഡി കൊണ്ടുവന്നതിന് പിറ്റേ ദിവസമാണ് ഇതൊക്കെ നടക്കുന്നത്. കുടുംബം എത്തുന്ന ദിവസം, കാരണം കുടുംബം അകലെയാണുള്ള ഛത്തീസ്ഗഡിൽ നിന്ന് അവരുടെ എത്തേണ്ടതുണ്ട്. അപ്പോൾ എത്തുന്ന ദിവസം അന്നാണ്. അപ്പൊ അന്നും അംബിക എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ ദിവസം എനിക്ക് ഞാൻ വൈകിട്ടാണ് ജബ്ബാറായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. തൃശ്ശൂർ പോയിട്ട് ജബ്ബാറിനെ കാണുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോവുകയാണ്. രാവിലെ പിറ്റേ ദിവസം കുടുംബം എത്തും. അപ്പോൾ കുടുംബം 12:30 കൂടി എത്തുന്നതാണ് പറയുന്നത്. ആ വണ്ടിയൊക്കെ ലേറ്റായി. അവർ 2:30 മണിക്കാണ് എത്തുന്നത്. അവർ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക വളരെ സങ്കടം തോന്നും. 3 ട്രെയിനുകൾ കയറി ഇറങ്ങി, അതെല്ലാം 3ലും ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങി വളരെ എന്താ പറയുക ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തളർന്ന അവസ്ഥയിൽ ചെറിയ കുട്ടികളുടെ മുഖമൊന്നും നമുക്ക് എന്താ പറയുക കാണാൻ കഴിയില്ല. അവർ വളരെ അവശരായി ക്ഷീണിതരായി വേണ്ടത്ര ഭക്ഷണമോ വിശ്രമമോ ഒന്നുമില്ല. 3 ദിവസം തുടർച്ചയായിട്ട് യാത്ര ചെയ്യാണല്ലോ. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ 3 ദിവസം തുടർച്ചയായിട്ട് യാത്ര ചെയ്ത എല്ലാ അവസ്ഥ നമുക്കൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കുടുംബത്തിൽ എല്ലാം താങ്ങായിരുന്ന മനുഷ്യൻ്റെ മരണം അറിഞ്ഞ് ആണ് അവർ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ 2 മണിയോട് കൂടിയിട്ട് അവരെത്തുന്നു. അവർ പിന്നെ ഫ്രഷായതിന് ഭക്ഷണവും ഇതൊക്കെ പിന്നെ കൊടുത്തതിന് ശേഷം അവർ അവിടേക്ക് അതൊക്കെ പൊതുപ്രവർത്തകർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ആലോചന നടക്കുന്നുണ്ട്. ശരിക്കും വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ പിന്നെ നടക്കുന്നത്. ആദ്യത്തെ ദിവസം RMPയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് പിന്നെ ആലോചന നടക്കുന്നത്. 2ാമത്തെ ദിവസം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ഫ്രഷ് ആവാനുള്ള അവസരം, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു വളരെ അവർക്കൊരു മനസ്സിന് ആശ്വാസം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മോർച്ചറിയിലേക്ക് പോകുന്നത്. മോർച്ചറിയിൽ ചെന്ന് ബോഡി കാണുന്നു. അവിടെ ചെല്ലുമ്പോഴുള്ളൊരു വളരെ വൈകാരികമായിട്ടുള്ളൊരു രംഗങ്ങൾക്ക് എല്ലാവരും ഞങ്ങളൊക്കെ അതൊക്കെ കാണേണ്ടി വന്നു. കാരണം കുട്ടികൾ അച്ഛനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നു. അവരെല്ലാവരും അത്ര വളരെ വല്ലാതെ തളർന്നു പോയിരുന്നു. ആ ഒരു അവസ്ഥയിൽ കാണുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവരൊരു തീരുമാനം, കുടുംബം ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ FIRലുള്ള വിവരങ്ങളൊക്കെ അവരെ ധരിപ്പിക്കുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ്, കാര്യങ്ങൾ മനസ്സിലാവുന്ന ആൾക്കാരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഛത്തീസ്ഗഡിലേക്ക് അവിടുത്തെ അവരുടെ ഒരു പിന്നെ സമുദായ സംഘടനാ നേതാവ്, അവരുടെ MLA പിന്നെ അതുപോലെ മന്ത്രിയൊക്കെയാണ്. അപ്പോൾ അവരായിട്ട് സംസാരിക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് അവിടുത്തെ ആഭ്യന്തരമന്ത്രി തന്നെ ഇദ്ദേഹമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ സർക്കാർ പിന്നെ ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഞാനത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ ഇപ്പോൾ അഷ്റഫ് കൊല ചെയ്യപ്പെട്ടിട്ട് അഷ്റഫിൻ്റെ ബോഡി നാട്ടിൽ വന്നപ്പോൾ അത് ഏറ്റുവാങ്ങാനോ അതിൻ്റെ കൂടെ നിൽക്കാനോ ഒന്ന് വിളിക്കാനോ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ ഒന്നും നമ്മുടെ കേരള ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല കേരള ഗവൺമെൻറ്. അവസാനം പിന്നെ ഈ കൊല ചെയ്യപ്പെട്ട അഷ്റഫിൻ്റെ മാതാപിതാക്കൾ നേരിട്ട് ചെന്നിട്ട് നിവേദനം കൊടുത്തിട്ടാണ് ഒന്ന് കാണാൻ പോലും നമ്മുടെ പിന്നെ ഭരണകൂടം അധികാരത്തിലുള്ളവർ തയ്യാറാകുന്നത്. അങ്ങനെ വളരെ ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറയണത് അവിടുന്ന് ഉണ്ടായിട്ടുള്ള ആ പ്രതികരണം എന്നുള്ളത് എനിക്ക് വളരെ, ഞാൻ കൂടെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും വളരെ ആശ്വാസമായിട്ട് തോന്നി. കാരണം അവിടുത്തെ ഹോം മിനിസ്റ്റർ വിളിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ഭരണത്തിലുള്ളവർ വിളിക്കുന്നു. അതുപോലെ ഇവിടെ വിളിച്ചിട്ട് പിന്നെ ഇവിടുത്തെ പാലക്കാട് കളക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട്.
അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ആ സർക്കാർ വളരെ ഇതായിട്ടുള്ളൊരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ചെയ്തു എന്നുള്ളത് ആണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പക്ഷേ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ഉച്ചയ്ക്ക് എത്തിയപ്പോൾ ബോഡി പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭരണ അധികാരത്തിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ, മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ഇവരെ സ്വീകരിക്കാൻ എത്തേണ്ടതാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൻ്റെ ഒരാളും ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. സാധാരണ പോലെ അവർ വന്നു, അവർ കണ്ടു, ഞങ്ങളൊക്കെ അവർ കൂടെ ഉണ്ട്. എന്നിട്ട് പിന്നെ ബോഡി കൊണ്ടുപോകാൻ ഉള്ള ആലോചന അവിടുത്തെ പോലീസ് ബോഡി കൊണ്ടുപോകല്ലേന്ന് ചോദിക്കണം. അപ്പം അങ്ങനെയല്ല, ബോഡി ഞങ്ങൾ ഏറ്റുവാങ്ങുന്നില്ല, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ FIR ക്ലിയർ ആക്കണം, അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നു, നമ്മൾ കൂടെ നിൽക്കുന്നു, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ബോഡി വാങ്ങുന്നുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നു. ഈ സമയത്ത് അവിടെ മാധ്യമപ്രവർത്തകർ വരുന്നുണ്ട്, കേരളത്തിലെ ഒരുവിധം എല്ലാ മാധ്യമങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ FIR ഇത് ആൾക്കൂട്ടക്കൊലയെ ഉൾപ്പെടുത്തണം, അതുപോലെ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉൾപ്പെടുത്തണം, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുകയും അതോടൊപ്പം ഈ ചെറിയ കുട്ടികളാണ്, ഇവരുടെ വിദ്യാഭ്യാസത്തിനും ഇവരുടെ ജീവിതത്തിനും ആവശ്യമായിട്ടുള്ള പിന്നെ നഷ്ടപരിഹാര തുക നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷേ 25 ലക്ഷത്തോളം, 25 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും, 25 ലക്ഷമാണ് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ പലരും, അത് വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ്, പല മാധ്യമങ്ങളും പറഞ്ഞത് പണം മാത്രം മതിയോ എന്ന് നേരിട്ട് ചോദിക്കുക വരെ ചെയ്തു ചില ചാനലിലുള്ളവർ. പണത്തിന് വേണ്ടിയാണ് അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് വളരെ മോശമാണ്. കാരണം ആ കുടുംബത്തോട് ചെയ്ത വളരെ മോശമായിട്ടൊരു ഇടപെടലായിട്ടാണ്. അതിനുശേഷം കേരളത്തിലെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അവരുടെ FB കാർഡുകളിൽ പൈസ പൂർണ്ണമായി തന്നാലേ ഞങ്ങൾ മൃതദേഹം കൊണ്ടുപോകുകയുള്ളൂ എന്ന് കുടുംബം പറഞ്ഞതായിട്ടുള്ള വാർത്തയായിട്ട് അവർ വീണ്ടും ചെയ്തു. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 25 ലക്ഷത്തിന് വേണ്ടിയിട്ട് ബോഡി വെച്ച് കാത്തിരിക്കുന്ന പോലെ അതല്ലല്ലോ അതിന്റെ പോലെയാണ്. അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. മാധ്യമങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗാണ് സമയത്ത് നടത്തിയത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷം ഇതേ മാധ്യമങ്ങൾ തന്നെ പിന്നീട് പറയുന്നുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശരിയായിട്ടുള്ള ഇടപെടലുകളില്ലാതെ അല്ലെങ്കിൽ ഇത്തരം വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്താതെ ബോഡി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ ബോഡി അവരെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പിന്നീട് മാധ്യമങ്ങൾക്ക് പറയേണ്ടി വരുന്നുണ്ട്. പിന്നെ ചില മാധ്യമങ്ങൾ അത് തിരുത്തിയും തോന്നുന്നുണ്ട്. അതായത് ഈ പൈസ തന്നാൽ കൊണ്ടുപോകാം എന്ന് പറയുന്നത് ചില മാധ്യമങ്ങൾ അവരുടെ കാർഡുകൾ തിരുത്തിയതായിട്ട് ഞാൻ കണ്ടിരുന്നു. അല്ല, നേരെ മാറ്റി, എല്ലാവരും മാറ്റി. കാരണം പിന്നീട് നമുക്കറിയാം RDO വരുന്നു പാലക്കാട് നിന്ന്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ പ്രശ്നത്തിലേക്ക് ഈ കുടുംബത്തെ കാണാനായിട്ട് ഒരു സർക്കാരിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി എന്ന് പറയാൻ പറ്റും? ആരാണ് ആദ്യം വന്നത്? അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബം 2 മണിക്ക് അവിടെ എത്തുന്നുണ്ട്, 2 മണിക്ക് തൃശ്ശൂർ എത്തുന്നുണ്ട്. മോർച്ചറിയുടെ മുന്നിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോർച്ചറിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. വാസ്തവത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കുടുംബം എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ സർക്കാരാണ് അവരെ ശരിക്ക് സ്വീകരിക്കും, സർക്കാരിൻ്റെ പ്രതിനിധികൾ അവരെ സ്വീകരിക്കുക, അവരെ കൂടെ കൂട്ടുകയും അവർക്ക് ആശ്വാസമാവും ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒന്നും നടന്നില്ല. മാത്രമല്ല മോർച്ചറിയിൽ എത്തുന്നുണ്ട്, 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മോർച്ചറി എത്തുന്നുണ്ട്. ഈ മോർച്ചറിയിൽ എത്തിയിട്ടും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 7 മണി എങ്കിലുമൊക്കെ ആയിട്ടാണ് പാലക്കാട് നിന്ന് ആദ്യം പറഞ്ഞത് തൃശ്ശൂർ ഡെപ്യൂട്ടി തഹസിൽദാർ വരും, അങ്ങനെ ഒക്കെ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്തു? ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നീട് അവർ മാറ്റി. കാരണം ഇത് അങ്ങനെ പോവും, അങ്ങനെ അത് അവർ വരട്ടെ എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നിന്നേ. അപ്പോൾ അത് മാറ്റി. പിന്നീട് എന്താ വെച്ചാൽ പാലക്കാട്ട് നിന്ന് RDO തന്നെ വരും എന്ന് വിളിച്ചറിയിച്ചു. RDO നിങ്ങൾ അറിയിച്ചു, നിങ്ങളുടെ കമ്മിറ്റി അറിയിച്ചു, കമ്മിറ്റി അറിയിച്ചു. പാലക്കാട്ടിൽ നിന്ന് എന്താണ്, എങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ തയ്യാറല്ല, ഈ ബോഡി അല്ലാതെ ഇത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ പ്രതിനിധികൾ വരാതെ നമ്മൾ ഏറ്റുവാങ്ങി, അത് ശരിയല്ലല്ലോ, ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ RDO വന്നു, ആദ്യം പാലക്കാട് RDO വന്നു. RDO വന്നിട്ട് എന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സർക്കാരിലേക്ക് എത്തിക്കും, മുകളിലേക്ക് നിർദ്ദേശം കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾ ബോഡി ഏറ്റുവാങ്ങാൻ തയ്യാറാവണം എന്നാണ് അദ്ദേഹം വളരെ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളെ പറ്റില്ല, അത് മിൻസ് ചെയ്യണം. മിൻസ് ചെയ്യാതെ നമ്മൾ പല കളക്ടർമാരുടെയും ഉത്തരവടക്കം ഒപ്പിട്ട കളക്ടറുടെ ഉത്തരവ് മലപ്പുറത്ത് ഇരിക്കുമ്പോഴാണ്, മലപ്പുറത്ത് നമുക്കറിയാം സമരം കഴിഞ്ഞ 6 മാസമായിട്ട് ആദിവാസി സമരം അതന്നെ ഗ്രോവാസോട്ടിന് ഒപ്പിട്ട കടലാസുണ്ട്.
നടക്കുന്നത്. ഓക്കെ. അത്ര മാസം നിരാഹാരം കിടന്നിട്ടുള്ള ബിന്ദുവിന്റെ സമരത്തിന് ഒരു ഒത്തുതീർപ്പാക്കിയതാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളക്ടർ പ്രത്യേകിച്ചൊരു വാല്യൂല്ലായിരുന്നു. അതിപ്പോ വെറുതെ കിടക്കുകയാണ് അവിടെ. അതാണ് അവസ്ഥ. 6 മാസം പിന്നെ ഇപ്പോഴും സമരം. അപ്പൊ നമുക്ക് അറിയാം കളക്ടർമാര് മാത്രമല്ല, നമുക്ക് ഞാൻ വേറൊരു കാര്യം ഇന്നലെ അവിടെ പറയുന്നത് ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പൊ പിന്നെ നമ്മുടെ ജോയേട്ടന്റെ ബോഡി കളക്ടർ നമ്മളോട് വാക്കാൽ വിളിച്ചു പറഞ്ഞതാണ്. ഏത് ബോഡി? അതിന്റെ ടി എൻ ജോയുടെ ബോഡി. നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്താ കാണുക വെച്ചാൽ ആദ്യയോടെ ഉത്തരവും കൊണ്ടുവന്നിട്ട് നമ്മളെ മുന്നിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ടാണ് കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വാക്കാൽ ഉള്ളതോ അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ മിൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. മിൻസ് ചെയ്യണ സമയത്ത് എന്തൊക്കെ ഉൾച്ചേർക്കാം. അപ്പോൾ FIRന്റെ മാറ്റം പിന്നെ RTO അംഗീകരിച്ചു. അത് കളക്ടറായിട്ട് സംസാരിച്ചിട്ട് അപ്പം തന്നെ അതിനൊരു തീരുമാനം എടുത്തു. കളക്ടറായിട്ട് പലതവണ സംസാരിക്കേണ്ടി വന്നു. ജബ്ബാറാണ് പല സമയത്തും, അബ്ദുൾ ജബ്ബാറാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ RTO സംസാരിച്ചു. അങ്ങനെ നിരവധി തവണ അതിങ്ങനെ ആവർത്തിച്ചു, കളക്ടറായിട്ടുള്ള സംസാരം ആവർത്തിച്ചു. പക്ഷേ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം എന്ന് മാത്രമാണ് കളക്ടർ പറഞ്ഞത്. അവർക്ക് അത്രേ കഴിയുള്ളൂ. നമുക്ക് അവരുടെ പരിമിതി അറിയാം. അപ്പോൾ RTOയുടെയും അതുപോലെ കളക്ടറുടെയും ഇവരുടെയൊക്കെ പരിമിതികൾ നമുക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ മന്ത്രിസഭാ യോഗം ചേർന്ന ക്യാബിനറ്റ് ചേർന്നല്ലാതെ ഈ തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഈ പ്രഖ്യാപനം ക്യാബിനറ്റിന് മന്ത്രിമാർക്ക് മാത്രമേ കഴിയുള്ളൂ, ക്യാബിനറ്റിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മതി, എപ്പോഴാണ് പ്രഖ്യാപിക്കണമെങ്കിൽ പ്രഖ്യാപിക്കട്ടെ. ഏറ്റവും ചുരുങ്ങിയത് പിന്നെ 10 ലക്ഷം എങ്കിലും, 25 ലക്ഷമാണ് ഞങ്ങളുടെ ഡിമാൻഡ്. മിനിമം 10 ലക്ഷം എങ്കിലും. അടിയന്തര സഹായമായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അടിയന്തര സഹായമായിട്ടാണ്. കേസും കാര്യങ്ങളൊന്നും ഒന്നല്ല. ഇപ്പോൾ അവരുടെ കുടുംബം അനാഥമാക്കപ്പെട്ടൊരു കുടുംബമാണ്. കുഞ്ഞു കുട്ടികളുള്ള വളരെ തളർന്നുപോയ ഒരു കുടുംബം. ആ കുടുംബത്തിനൊരു പ്രാഥമികമായിട്ടെങ്കിലും കൊടുക്കേണ്ടുന്ന ഒരു പിന്നെ ആശ്വാസമാണത് 10 ലക്ഷം എന്നുള്ളത്. 25 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കുള്ളത്. അപ്പോൾ 10 ലക്ഷം മിനിമം കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യാണ്. അപ്പോൾ പിന്നെ പറയണത് എന്താ വെച്ചാൽ അത് പിന്നീട് ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിച്ചോളുന്നതാണ്. ഞങ്ങൾ ഉദ്യോഗസ്ഥരാണ്, ഞങ്ങളുടെ പരിമിതി മനസ്സിലാക്കണം. അല്ല, അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പരിമിതി നമുക്ക് മനസ്സിലാവും, പക്ഷേ ഞങ്ങൾ ബോഡി കൊണ്ടുപോവില്ല, ബോഡി ഏറ്റെടുക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കുടുംബം RTOയോടനെ പറഞ്ഞു. അതിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് RTO അവിടെ നിൽക്കുകയും കുറേ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒക്കെ എന്താ പറയുക 10, 11 ഒക്കെയാണ്. 10, 11 മണിയൊക്കെ ആകുമ്പോഴാണ് മറ്റേ തൃശ്ശൂരെ ഡെപ്യൂട്ടി കളക്ടർ വരുന്നത്. ഡെപ്യൂട്ടി കളക്ടറും വരുന്നത് തൃശ്ശൂർ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ അവർ പറയണത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. RTO പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വിശദീകരിച്ച് അദ്ദേഹം പറയുകയും പിന്നെ അത് മിൻസാക്കും ഇതൊക്കെ ചെയ്തു. അതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് മിൻസ് ചെയ്ത് പോയ കാര്യങ്ങളൊക്കെ നടന്നോളുന്നില്ല. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയുടെ മന്ത്രി ആയിട്ടുള്ള പിന്നെ അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം മന്ത്രി രാജൻ ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നെ ഇതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നേരിട്ടുള്ള ഒരു എന്താ പറയുക ഇത് കിട്ടാതെ, അയാളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഉറപ്പ് കിട്ടാതെ ഈ സമരത്തിന് പിന്മാറില്ല എന്നുള്ളത് കുടുംബവും ഞങ്ങൾ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോഡി എടുക്കില്ല. പിന്നെ മറ്റൊന്നും കൂടി ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് ചർച്ച. അവസാനം ഡെപ്യൂട്ടി കളക്ടർ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മന്ത്രി രാജൻ സംസാരിച്ചു. അപ്പോൾ ആ സമയത്തേക്ക് കാരണം 11-11:30 ആയിരുന്നു. മുഖ്യമന്ത്രി ചെന്നൈയിലാണ്, അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വിളിച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം രാവിലെ ചർച്ച വയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ നിങ്ങൾ രാത്രി, ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, രാത്രി പോലീസ് നിങ്ങൾ അവിടെ നിന്ന് പുറത്താക്കാനൊരു ശ്രമം നടത്തിയിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. കാരണം നമ്മൾ അവിടെ എന്താ വെച്ചാൽ അവിടെ ഈ ഡെഡ് ബോഡിയുടെ കൂടെ വരുന്ന ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് റൂം ഉണ്ട്. ആ വെയിറ്റിംഗ് റൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങൾ സമരസമിതിക്കാർ ഞങ്ങൾ പുറത്തു കൂടെ നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ. കാരണം ഈ കുടുംബത്തിൽ ഉള്ള എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ അവിടെ കൂടെ വന്നിട്ടുള്ള പിന്നെ അമ്മ അവരെല്ലാവരും ഉണ്ട്. 2 കുട്ടികളുണ്ട്. അവരൊക്കെ അവശരാണ്. അപ്പോൾ അവരൊക്കെ അവിടെ കിടക്കുകയാണ്. തീരെ വയ്യാതായിട്ട് അവരൊക്കെ കിടക്കുകയാണ്. ഞാനൊരു ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ കാണാതെ അവർ കുട്ടികൾ കിടന്ന് ഉറങ്ങുകയാണ് ക്ഷീണിതരായിട്ട്. അതുപോലെ ആ അമ്മ തീരെ വയ്യാണ്ടെങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അമ്മാവനുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. വേറെ വഴികളില്ലല്ലോ, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. പിന്നെ അവിടെ മാത്രമല്ല മോർച്ചറി ലോക്ക് ചെയ്തു. ഞങ്ങൾക്കൊന്ന് ശരിക്കും ഒരു ബാത്റൂം പോകാനുള്ള സൗകര്യം, ഞങ്ങൾ സ്ത്രീകൾ കുറേ പേരുണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്ന് ബാത്റൂം പോകാനുള്ള സൗകര്യമില്ല. അപ്പുറത്ത് ട്രഷറി ഉണ്ട്. ആ ട്രഷറിയിൽ പോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദയ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു നല്ല മനുഷ്യനായിരുന്നു, ആലപ്പുഴക്കാരനായിട്ടുള്ള നല്ല മനുഷ്യൻ. അദ്ദേഹം നമുക്ക് എന്താ പറയുക
ടോയ്ലറ്റ് തുറന്നു തരാണ്. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് 1 മണി അത്രയും നേരം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വരുന്നുണ്ടല്ലോ. അവിടെ പറ്റില്ല, അവരെ സംബന്ധിച്ചോളം അവർ വെറുതെ ഇങ്ങനെ കാവൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ വെറുതെ ഇങ്ങനെ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നതിനെ കൊണ്ട് അവിടെ വെറുതെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുടുംബത്തെ അവിടുന്ന് മാറ്റണം, ഞങ്ങൾ അവിടുന്ന് മാറണം, ഞങ്ങൾ പോകണം എന്നുള്ള രീതിയിലൊക്കെ ആവശ്യപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ പോലീസാണ് ആശുപത്രിയുടെ പോലീസ്, അവിടെയുള്ള ആൾക്കാർ മൊത്തം അവിടെ ഒരുപാട് പോലീസ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് പോലീസ് ഫോഴ്സ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക പോലീസ് വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു, വിവിധ റാങ്കിലുള്ള കുറേ. ഞങ്ങളോട് പുറത്ത് പോകണം വെച്ചാൽ അവിടെ ഇനി കൂടി നിൽക്കാൻ പറ്റില്ല, അതിനൊരു സമയം കഴിഞ്ഞാൽ മോർച്ചറി പൂട്ടി. പിന്നെ അവിടെ പോലീസ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും ആയിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ചോളം വെച്ചാൽ അവിടെ വെറുതെ നിൽക്കാൻ വയ്യ, അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെ നിന്ന് സ്ഥലം ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു. ഈ സമയത്താണ് കളക്ടർ രണ്ടാമതും ഈ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ സമയത്ത് അപ്പോൾ നാളെ രാവിലെ ചർച്ചയാവാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പിന്നെ ഇവരെ ഈ കുടുംബത്തിന് ഞാൻ പറഞ്ഞല്ലോ, അവരെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിക്കുന്ന എന്താ പറയുക ഹോട്ടലിൽ മുറിയൊക്കെ എടുത്തിട്ട് അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. അവർ പോയി കിടന്ന സർക്കാർ അതിലൊരു ശ്രമം നടത്തിയില്ല, സർക്കാർ ഒന്നും ചെയ്തില്ല. സർക്കാർ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യരെ അവിടെ കിടക്കണതിന് കുഴപ്പമില്ല, അവിടെ കിടന്നെ കൊണ്ട് വെറുതെ അവിടുന്ന് ഓടിപ്പിക്കാൻ ശ്രമിച്ചു. ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഈ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമാണ് താൽക്കാലികമായിട്ട് ഈ കുടുംബത്തിന് വിശ്രമിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ളൊരു, അത്രയും ടയർഡാണല്ലോ അവർ. അപ്പോൾ അവനെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി കൊടുക്കുകയും ഒക്കെ ഒരുപാട് ലേറ്റായി. അവരൊക്കെ ഭക്ഷണം കഴിക്കാതെയും എല്ലാവരും അതെ കേട്ടോ, ഭക്ഷണം കഴിക്കാതെ രാത്രി 1 മണി വരെയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടുള്ളത്. ആ സമയത്ത് എന്തായാലും ഈ ഒരു ഉറപ്പ് കിട്ടി ഇന്നത്തെ ചർച്ച എന്നുള്ളത്. പിന്നെ ചർച്ച നടക്കുന്നു, ഇന്ന് രാവിലെ ഇപ്പോൾ ചർച്ച നടക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഡിമാൻഡുകളും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. കളക്ടറേറ്റിൽ വെച്ചിട്ടായിരുന്നു ചർച്ച നടന്നത്. പിന്നെ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ച നടന്നു. ചർച്ചയിൽ ഈ കാര്യങ്ങൾ തീരുമാനമായി. നമ്മൾ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവർ അംഗീകരിച്ചു. അങ്ങനെ സമാധാനം വെച്ചാൽ ബോഡി ഇപ്പോൾ നേരത്തെ പറഞ്ഞ 25,000 രൂപ വാങ്ങിയിട്ട് പാഴ്സൽ ചെയ്യാന്നുള്ളതല്ല, പരമാവധി ഫ്ലൈറ്റിൽ തന്നെ ബോഡി എത്തിച്ചു കൊടുക്കാനുള്ള ആലോചനയും ഒക്കെ ആയിട്ട് അങ്ങനെ. ഇപ്പോൾ ഇന്ന് രാവിലെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആർക്കെതിരെയാണോ മന്ത്രി എം പി രാജേഷ് പറഞ്ഞിട്ടുള്ള നമുക്കറിയില്ല. പക്ഷേ RSSൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം പിടിക്കപ്പെട്ടിട്ടുള്ള 5 പേര് RSS അനുഭാവികളോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ വിവിധ കൊലക്കേസുകളിൽ പ്രതികളോ ആണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. ഇനി 15 പേര് കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്, സ്ത്രീകളുണ്ടെന്ന് പറയുന്നു, ചിലർ നാട് വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു, പലതരമുള്ള ഇത് നടക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി സംഘപരിവാറാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. പക്ഷെ മന്ത്രി രാജേഷ് പറയുന്നുണ്ട്, അത് സമരസമിതിക്കെതിരെയാണോ പറയുന്നത്, മാധ്യമങ്ങൾക്കെതിരെയാണോ പറയുന്നത് നമുക്കറിയില്ല. മന്ത്രി രാജേഷ് പറയുന്നുണ്ട് ഇവരുടെ പങ്ക് ഒളിച്ചു വയ്ക്കാനായുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പങ്ക് ഒളിച്ചു വയ്ക്കാനുള്ള ശ്രമം ഈ സമരസമിതിയാണോ നടത്തിയത്, അല്ലെങ്കിൽ കുടുംബമാണോ നടത്തിയത്, അല്ലെങ്കിൽ പത്രങ്ങളാണോ നടത്തിയത്, സർക്കാരാണോ നടത്തിയത്? വളരെ ക്ലിയറാണത്. സർക്കാരാണ് നടത്തിയത്. സർക്കാർ നടത്തി എന്ന് മാത്രമല്ല, ഇത്തരം ഒരു കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു മോബ് ലിഞ്ചിങ്, വിദ്വേഷ വംശീയ കൊല നടന്നിട്ട് അതിനോട് എങ്ങനെയാണ് ഇവിടെ ഇടതുപക്ഷം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സർക്കാർ, ഇങ്ങനത്തെ ഒരു ഭരണകൂടം എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ടൊരു കാര്യം 5 ദിവസം വേണ്ടി വന്നു അവർക്ക് അവരുടെ ബോഡി ഒന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഇന്നിപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സമയത്ത് എന്ത് നടക്കുന്നു എനിക്കറിയില്ല. എന്തായാലും 5ാമത്തെ ദിവസം വേണ്ടി വന്നു. 5 ദിവസം എടുത്തു എന്ന് പറയണത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ അങ്ങേ തലയാണ്. ഈ കേസ് ആദ്യം FIR ഇടുമ്പോൾ തന്നെ ഇത് മോബ് ലിഞ്ചിങ് ആണ് എന്നുള്ള രീതിയിൽ ആ ആൾക്കൂട്ടക്കൊലയുടെ ആ ഫ്രെയിം ആണ് ചെയ്യേണ്ടിയിരുന്നത്. അതൊന്നുമല്ല, അത് ഉൾപ്പെടുത്തണം. അപ്പോൾ അതൊക്കെ ചെയ്യാതെ വെറും ഒരു കൊലപാതകം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ പോലീസാണ്, ഇവിടുത്തെ സർക്കാരാണ്, ഇവിടുത്തെ ഭരണകൂടമാണ്, ജില്ലാ കളക്ടർ അടക്കമുള്ള എല്ലാവരും എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ ഒരു കേസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രീതിയിൽ ആ FIR ഇട്ട ആ അട്ടപ്പള്ളത്തെ എന്താ പറയണ്ടേ അവിടുത്തെ പോലീസ് ഓഫീസർ അടക്കമുള്ള ആൾക്കാരൊക്കെ എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളതാണ്. അവർക്കെതിരെ പോലും അന്വേഷണം പോകണമെന്നുണ്ടെങ്കിൽ വേറൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ വകുപ്പുകളിൽ ചേർത്തു. ഇതിനൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടക്കൊല വിദ്വേഷക്കൊലയാണെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു കോടതി തന്നെ, അതായത് മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത് സുപ്രീം കോടതി തന്നെ ലീഗലി ഒരു പരിധിവരെ നിർവചിച്ചിട്ടുള്ളൊരു ആക്റ്റാണ്.
ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന സാധനം വെച്ചാൽ ഈ മോബ് ലിഞ്ചിങ് ഇതുവരെ ചേർത്തിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുക. അപ്പോൾ എൻ്റെ തന്നെ പല സുഹൃത്തുക്കളായിട്ടും ലീഗൽ റിപ്പോർട്ടിംഗ് നടത്തുന്ന പല പത്രപ്രവർത്തകരായിട്ട് സംസാരിച്ചത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചേർക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു കേസ് ചേർക്കുമ്പോൾ അപ്പോൾ തന്നെ അത് ചേർക്കുന്നതും കുറച്ച് കഴിഞ്ഞ് ചേർക്കുന്നതും തമ്മിൽ കോടതിയിൽ എത്തിയാൽ വലിയ വ്യത്യാസമുണ്ടാകും. ചിലപ്പോൾ ഒരു 48 മണിക്കൂറിനുള്ളിൽ ഇത് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് തോട്ടിലാണ് ഇത് ചേർത്തിട്ടുള്ളതെന്നും അത് വളരെ ബോധപൂർവമായ ശ്രമമാണെന്നും പ്രതിഭാഗം വാദിക്കാനുള്ള കാര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അങ്ങനെ തന്നെ തള്ളിപ്പോയിട്ടുള്ള കേസുകളുണ്ട് എന്നാണ് ലീഗൽ റിപ്പോർട്ടിംഗ് നടത്തുന്ന നമ്മളുടെ തന്നെ പല മാധ്യമ പ്രവർത്തകരും പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ തന്നെ വളരെ സർക്കാരിൻ്റെ ഭാഗത്ത് ഈ സർക്കാർ വളരെ പോസിറ്റീവായി ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഇനി തിരുത്താൻ കഴിയാത്ത പോലൊരു വീഴ്ച വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സമയത്തിനുള്ളിൽ അവർ ആൾക്കൂട്ടക്കൊലയാണിത്, ആ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം, SC/ST ആക്ടിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആദ്യം ആലോചിക്കാതിരുന്നത്. ഈ കേസിനെ നിലവിൽ തന്നെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ദുർബലപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ പറയുന്നത് മറ്റുള്ള ആൾക്കാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സംഘപരിവാറാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളതെന്നും സംഘപരിവാറിന്റെ ക്രിമിനൽ ആയിട്ടുള്ള സംഘപരിവാറുകാരും സംഘപരിവാർ തന്നെ ക്രിമിനൽ ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള ഫാസിസ്റ്റുകളാണ്, അവരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടി പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്ന് ചർച്ച ചെയ്തിട്ട് ഇത് വേണ്ട രീതിയിലല്ല പോകുന്നതെങ്കിൽ, ഈ ഡിമാൻഡുകളൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ ബോഡി എടുത്തിട്ട് ഈ മന്ത്രിയുടെ വീട്ടിൻ്റെ പടിക്കലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആലോചനയിലേക്ക് വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതൊക്കെ അവരുടെ RDOയുടെ മുന്നിലും RTOയുടെ മുന്നിൽ വെച്ചിട്ടും അതുപോലെ ഡെപ്യൂട്ടി കളക്ടറുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച വളരെ വ്യക്തമാണ്. ഇതിലെനിക്ക് വേറൊരു ഘടകം തോന്നുന്നുണ്ട്. സർക്കാർ എന്തുകൊണ്ടായിരിക്കും അതിനിടയിൽ ഒരു വീഡിയോയിൽ ആര് പറഞ്ഞിട്ട് സർക്കാരിനിത് ആദ്യമായിട്ടാണ് ആൾക്കൂട്ടക്കൊല യഥാർത്ഥത്തിൽ ആ സമയത്ത് പല വീഡിയോകളിൽ നിന്നും പല ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും പല ആക്ടിവിസ്റ്റുകളുടെ പോസ്റ്റുകളിൽ നിന്നും മനസ്സിലായത് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൽ ആദ്യത്തെ ആൾക്കൂട്ടക്കൊല അല്ല എന്ന് പറയുന്നത്. ഇത് മധുവിൻ്റെ കാര്യം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അതിനും ഈ കേരളത്തിൽ ഇതിനു മുന്നും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ അതൊന്നും ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ പോയത് കൊണ്ടാണ് ആ രീതിയിൽ മാധ്യമങ്ങളും ആ സറൗണ്ടിങ്സിലുള്ള ആളുകൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് അത് മാഞ്ഞു പോയതാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ സ്റ്റേറ്റുകളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ കേരളം അങ്ങനെയുള്ള സ്ഥലമല്ല, വംശീയതയൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് തെളിയിക്കാനുള്ളൊരു ത്വര കൂടി ഈ ആൾക്കൂട്ടക്കൊലയ്ക്ക് ബന്ധപ്പെട്ടുള്ള ഇത് ഉൾപ്പെടുത്തുന്നതിൽ വീഴ്ചയ്ക്ക് ഒരു കാരണമായി മാറണമെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് അതൊരു സർക്കാരിൻ്റെ ഒരു അനാവശ്യമായ ദുരഭിമാനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ആദ്യം തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനിടയിൽ ആരോ പറഞ്ഞു കേട്ടിരുന്നു ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ അങ്ങനത്തെ ഒരു ചെയ്തിട്ടുള്ള ശീലമില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മുന്നേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആക്ച്വലി അവരത് ചെയ്യേണ്ടിരുന്ന കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. വളരെ കൃത്യമാണ് ആ പിന്നെ സുപ്രീം കോടതിയുടെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ ജില്ലകളിലും പിന്നെ DYSP കളക്ടർ അടക്കമുള്ള ആൾക്കാർ ഇത്തരം വിദ്വേഷ പിന്നെ എന്താ പറയുക പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത്, അതുപോലെ വിദ്വേഷ കൊലയ്ക്കുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത്, വിദ്വേഷ പ്രചാരണം എത്രമാത്രം നടക്കുന്നു എന്നുള്ളതൊക്കെ 3 മാസം കൂടുമ്പോൾ കൂടിയിരുന്ന് വിലയിരുത്തണം എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അത്തരം ആലോചനകൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ എന്തിനാണ് ഇവർ IPSഉം IASഉം ഒക്കെ പറഞ്ഞ് നടക്കണേ? മനസ്സിലാക്കണ്ടേ നാട്ടിൽ നടക്കുന്ന എങ്ങനെയാണ് നാട്ടില് വിദ്വേഷ കൊലകളെ കൈകാര്യം ചെയ്യുന്നത്? കേരളത്തിൽ നടക്കില്ല എന്ന് എങ്ങനെ പറയും? കേരളത്തിൽ അത്ഭുതമായി തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കൊലപാതകം നടന്നു. ഇപ്പൊ 5ാമത്തെ ദിവസമാണ്. ഈ 5ാമത്തെ ദിവസമാണ് നമ്മൾ SP-നെ ഒരു ഇത് കാണുന്നത്. ഇതുവരെ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. എന്താണ് സംഭവിച്ചത്? ഒരാൾ കൊല്ലപ്പെട്ടു. സാധാരണ കൊലക്കേസ് അതിൽ ചാർജ് ചെയ്തു. നേരെ 2 പേരെയും കൂടി പാലക്കാട് നിന്ന് ഇങ്ങോട്ട് പാലക്കാട് വെച്ചിട്ട് അവസാനിപ്പിച്ച് പോയേനെ. അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് തൃശ്ശൂരിലേക്ക് വന്നത്. പാലക്കാട് നേരെ കൊണ്ട് തൃശ്ശൂർ കൊണ്ടുവന്ന് അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് അയക്കും. ഇതായിരിക്കും സംഭവിക്കാമായിരുന്നത്. അപ്പോൾ അവരുടെ കൺമുമ്പിലാണ് നടന്നത് അല്ലേ? അവരുടെ കൺമുമ്പിൽ നടന്നൊരു കുറ്റകൃത്യമാണ്. അവർക്ക് അറിയാം അങ്ങനെ കുറ്റകൃത്യം നടന്നു എന്നുള്ളത്. അതിൽ RSSകാരുണ്ട് എന്നുള്ളത് മന്ത്രിമാർക്കും അറിയാം, എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ
സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും വലിയ വീഴ്ചയാണ്. വലിയ വീഴ്ച അപമാനകരമാണ്, വളരെ അപമാനകരമാണ്. കാരണം കേരളം പോലത്തെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പിന്നെ ഈ രീതിയിൽ ദുരഭിമാനവും ഉണ്ട് അവർക്ക്. ഇത് നമ്മുടെ നാട്ടിൽ നടന്ന അതിനില്ല. നമ്മൾ ഏത് നാട്ടിലും, കാരണം വിദ്വേഷം എന്ന് പറയുന്നത് എവിടെയും സംഭവിക്കാം, കേരളത്തിലും ഉണ്ടാവാം. സംഘപരിവാറിൻ്റെ വിദ്വേഷം അഖിലേന്ത്യാ തലത്തിൽ തന്നെ അവരുണ്ട്. പല പഠനങ്ങളും പറയുന്നത് ഇവിടെ BJPയുടെ എണ്ണം കുറവാണെങ്കിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖയുള്ള സ്ഥലമാണിത്. എന്ന് പറഞ്ഞാൽ വംശീയതയുടെ ഏറ്റവും വലിയ ഒരു പല ഘടകങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള ആലോചനകളിലുള്ള മാനസികാവസ്ഥയുള്ള ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട്. 20% പെർസെൻറ്റേജ് വോട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ചില കേരളത്തിന് വോട്ട് ചെയ്തവരിൽ 10-20% ആളുകൾ BJPയുടെ മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഇങ്ങനെ ആളുകളെ തല്ലിക്കൊല്ലെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്നതും, അത് നമ്മുടെ നാട്ടിൽ നടന്നാൽ നമുക്കത് അത് കുറച്ചിൽ തന്നെയാണ്. പക്ഷെ അതിനർത്ഥം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്, ആളുകളുടെ രോഗമുള്ള ആളുകൾ, ഇവിടെയുള്ള ആളുകൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രോഗമുള്ള ആൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ രോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലൊരു നരേഷൻ ഉണ്ടാക്കി. അനാവശ്യമായ ദുരഭിമാനമാണ്. നമ്പർ 1 എന്ന് പറഞ്ഞ ദുരഭിമാനമാണത്. അത് ശരിക്കും അതൊരു ഒരു കുറ്റകൃത്യം പോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. എല്ലാവരും മറച്ചു വെച്ചിട്ടല്ല നമ്മൾ നമ്പർ 1 ആവേണ്ടത്. നമ്മൾ അതിന് നേരിട്ടും അതിനെ ഇല്ലായ്മ ചെയ്തിട്ടുമാണ് നമ്മളതിനെ നമ്പർ 1ലേക്ക് പോകേണ്ടത്. കേരളവും പിന്നെ മോഡിയുടെയും അമിത്ഷായുടെയും ഇന്ത്യയിൽ വരുന്ന, അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഇന്ത്യയിൽ വരുന്ന ഒരു ഭാഗമാണ്, ഒരു സ്റ്റേറ്റാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കാനുള്ള സാധ്യത. ഒരു കാര്യം മനസ്സിലാക്കാം, ഉറപ്പായിട്ടുണ്ടാവും. ഇന്ത്യയിൽ നിന്ന് വളരെ കുറേയും കൂടി റെസ്പോൺസിബിൾ ആണ്. ഞാനും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ, കേരളത്തിലെ സർക്കാരായാലും കേരളത്തിലെ പൊതുസമൂഹമായാലും പല പ്രദേശങ്ങളിലേക്കാളും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജനസമൂഹമാണ്. കുറേയൂടി ഭേദപ്പെട്ട രീതിയിൽ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു ഭരണ സംവിധാനമാണ് വേണ്ടിയുള്ളത്. പക്ഷെ അത് ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഇതിനോടൊരു അനാസ്ഥ കാണിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു പറ്റം മനുഷ്യർ, മനുഷ്യാവകാശ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, യുവജനങ്ങൾ, ആ കുടുംബം, ഇവരൊക്കെ ചേർന്ന് ഇങ്ങനൊരു ദീർഘമായ ഒരു ഇടപെടൽ നടത്തി, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഇടപെടൽ നടത്തി. ആ ഇടപെടലിനോട് ഇപ്പോൾ പോസിറ്റീവായിട്ട് സർക്കാർ സമീപിച്ചിട്ടുണ്ട്. അത് നമുക്കതിനെ സ്വാഗതം ചെയ്യാം. ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും ഒരു ത്രെട്ടുണ്ട്. ഇപ്പോൾ SP പറയുന്നത് മോഷണ കുറ്റങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നു പറഞ്ഞിട്ട്, ഇതിൻ്റെ മോഷണം നടത്താമെന്ന ഒരാളെ തല്ലിക്കൊന്നതാണെന്നോ അല്ലെങ്കിൽ അയാൾ ആക്രമിച്ചപ്പോൾ അയാൾ മരിച്ചു പോയതാണെന്നുള്ള രീതിയിലേക്ക് വംശീയമായി ഇതിൻ്റെ ഘടകങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമവും ഒപ്പം നടക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ആക്ഷൻ കൗൺസിൽ കുറേയും കൂടിയും ജാഗ്രതയോടുകൂടി ഇരുന്നാൽ മാത്രമേ ഇനി, കാരണം ഈ കേസിന് കുറേ നടക്കണം, അന്വേഷണം നടക്കണം, SIT പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു തീരുമാനം തന്നെയാണുള്ളത്. ഫോളോ അപ്പ് ചെയ്യാൻ, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്.